ഇറാനിൽ ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കം 5 ദിവസം പിന്നിടുകയാണ്. യുദ്ധം എത്രത്തോളം നീണ്ടുപോകാമോ അത്രത്തോളം നീളുമെന്ന് കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ വ്യക്തമാക്കിയതേയുള്ളൂ. ഇതിന് പിന്നാലെ ഇറാനിലേക്ക് പുതിയ ആക്രമണ പരമ്പര തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സംയുക്ത സേനകൾ. ലക്ഷ്യം മറ്റൊന്നുമല്ല, ഇറാന്റെ മിസൈൽ ശേഷി തന്നെ. ഇറാന്റെ കയ്യിലുള്ള ബാലിസ്റ്റിക് ക്രൂസ് മിസൈൽ ശേഖരത്തിന്റെ ശേഷി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കടുത്ത ആക്രമണ പരമ്പരകൾക്ക് യുഎസും ഇസ്രായേലും തുടക്കമിട്ടിരിക്കുകയാണ്. ഇറാനിലെ മിസൈൽ ശേഖരം യുഎസിന്റെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഇക്കുറി യുദ്ധം ആരംഭിച്ചതിന് ശേഷം പോലും ഇസ്രായേലിലും ഗൾഫ് മേഖലയിലെ യുഎസ് സൈനിക താവളങ്ങളിലും ഇറാന്റെ മിസൈൽ വർഷം നാശം വിതച്ചിരുന്നു. മാത്രമല്ല, യുഎസിന്റെ എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലും ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെടുകയും ചെയ്തു. ഇതോടെ ഇറാന്റെ മിസൈൽ ശേഖരം ഇല്ലാതാക്കുക എന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏറ്റവും പ്രധാന ലക്ഷ്യമായിരിക്കുകയാണ്. മിസൈൽ ശേഖരം ഇല്ലാതാക്കാതെ ഇറാനെ തകർക്കാനാകില്ല എന്നും സംയുക്ത സേന കണക്ക് കൂട്ടുന്നുണ്ട്. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീക്കുന്ന സംഭവങ്ങളാണ് ഇന്നുണ്ടായത്. അമേരിക്കൻ എണ്ണക്കപ്പൽ ആക്രമിച്ച് ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു. യുഎസ് താവളത്തിൽ ബോംബിടുന്നതിന് തൊട്ടു മുൻപാണ് യുദ്ധവിമാനങ്ങൾ ഖത്തർ വെടിവെച്ചിട്ടിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിന്റെ വടക്കൻ മേഖലയിൽ അമേരിക്കൻ എണ്ണക്കപ്പൽ തങ്ങൾ ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടിരിക്കുകയാണ്. തങ്ങളുടെ യുദ്ധക്കപ്പൽ തകർത്തതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ഇറാന്റെ പ്രത്യാക്രമണം നടന്നത്. ആക്രമണത്തെ തുടർന്ന് കപ്പൽ തീപിടിച്ച നിലയിലാണ് എന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീലങ്കയുടെ തെക്കൻ തീരത്തിന് സമീപം യുഎസ് അന്തർവാഹിനി ഇറാന്റെ യുദ്ധക്കപ്പലായ ഐറസ് ദേനയെ ടോർപിഡോ ഉപയോഗിച്ച് തകർത്തിരുന്നു. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് അമേരിക്ക ഒരു ശത്രു കപ്പലിനെ ടോർപിഡോ ഉപയോഗിച്ച് മുക്കുന്നത്. ഇതിന് പിന്നാലെ നടപടിയിൽ അമേരിക്കയ്ക്ക് കൈപ്പേറിയ രീതിയിൽ ദുഃഖിക്കേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതിനിടെ ഇസ്രായേലും അമേരിക്കയും ആക്രമണം തുടർന്നാൽ ഇസ്രായേലിലെ ഡിമോണ ആണവ കേന്ദ്രം ലക്ഷ്യമിടുമെന്നുകൂടി ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇറാനിൽ പുതുതായി സ്ഥാനമേൽക്കുന്നയാൾ ആരായാലും അത് ഉന്മൂലനത്തിനുള്ള ലക്ഷ്യമായിരിക്കുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് പ്രസ്താവിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഭീഷണി വന്നത്. ഡിമോണ ആണവ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഷിമോൺ പെരസ് നെഗേവ് ആണവ ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലാണ്. ഇസ്രായേലിലെ ഏറ്റവും വലിയ നഗരമായ ബീർഷബയിൽ നിന്ന് 30 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജോർദാനിയൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ പടിഞ്ഞാറ് വശത്തും ഈജിപ്ഷ്യൻ അതിർത്തിയിൽ നിന്ന് 75 കിലോമീറ്റർ കിഴക്കുമായാണ് ഇത് നിൽക്കുന്നത്. ഡിമോണിൽ നടത്തുന്ന ഏതൊരു ആക്രമണവും ഇസ്രായേലിന് മാത്രമല്ല, ജോർദാൻ, ഈജിപ്ത് പോലുള്ള അയൽ രാജ്യങ്ങൾക്കും വലിയ അപകടമുണ്ടാക്കും. യുദ്ധം ഇസ്രായേലിനെയും വലിയ രീതിയിൽ ബാധിച്ചു തുടങ്ങി എന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധം ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാകുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ ധനകാര്യ മന്ത്രാലയം തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരുകയാണ് എങ്കിൽ ആഴ്ചയിൽ $3 ബില്യൺ നഷ്ടമുണ്ടാകുമെന്നാണ് ഇവരുടെ കണക്ക്. നിലവിലെ റെഡ് ലെവൽ നിയന്ത്രണം മൂലം ആഴ്ചതോറും വൻ ബാധ്യതയാണ് ഇസ്രായേൽ നേരിടുന്നത്. രാജ്യവ്യാപകമായി സ്കൂളുകളും കോളേജുകളും അടച്ചിട്ടത് തൊഴിൽ മേഖലയെ പരോക്ഷമായി ബാധിച്ചിട്ടുമുണ്ട്. അവശ്യ സേവനങ്ങൾ ഒഴികെ മിക്കവാറും തൊഴിലിടങ്ങളിൽ ഏർപ്പെടുത്തിയ നിരോധനം ഉൽപാദനം തടസ്സപ്പെടുത്തി. സാധാരണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന വലിയൊരു വിഭാഗം ആളുകളെ സൈനിക സേവനത്തിനായി നിയോഗിച്ചത് തൊഴിൽ വിപണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. യുദ്ധം മുന്നോട്ടു പോകുമെന്ന് നെതന്യാഹു പറയുന്നുണ്ട് എങ്കിലും ഇസ്രായേലിലും അത്ര പന്തിയല്ല കാര്യങ്ങൾ. ഇറാനിലെ നിശ്ചിത ലക്ഷ്യങ്ങൾ മാത്രം ആക്രമിക്കുക എന്നതായിരുന്നു തുടക്കത്തിൽ ഇസ്രായേൽ സഖ്യത്തിന് ലക്ഷ്യം. അങ്ങനെയാണ് തുടക്കത്തിൽ തന്നെ സുപ്രീം ലീഡറായ ആയത്തുള്ള അലി ഖമനിയെ ലക്ഷ്യം വെച്ച് ബോംബിട്ട് കൊലപ്പെടുത്തിയതും. ഇതോടെ ഇറാൻ കീഴടങ്ങുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. ഇതോടെ 5-ാം ദിനം യുദ്ധം പിന്നിടുമ്പോൾ വിട്ടുവീഴ്ചയില്ലാതെ നിരന്തരം എതിരാളിയുടെ അന്ത്യം കാണുന്നതുവരെ ആക്രമണം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് യുഎസും ഇസ്രായേലും എത്തുകയാണ്. അതിനാണ് മിസൈൽ ശേഖരം ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും കോപ്പുകൂട്ടുന്നത്. ഒരുപക്ഷെ ട്രംപ് നേരത്തെ കരുതിയതിനേക്കാൾ അധികം യുദ്ധം നീണ്ടുപോയേക്കാമെന്ന് ഇപ്പോൾ യുഎസ് സെനറ്റർമാർ അടക്കം കരുതുന്നുണ്ട്. യുദ്ധം നീണ്ടുപോകുമെന്ന് ഇസ്രായേലും പറയുന്നുണ്ട്. ലക്ഷ്യം ഭരണമാറ്റമാണ് എന്നും അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണമാറ്റം വരുന്നതുവരെ യുദ്ധം തുടരുമെന്നുമാണ് ഇസ്രായേലി വിദേശകാര്യമന്ത്രി പറഞ്ഞത്. അതിനർത്ഥം ആണവായുധത്തിന്റെ പേരിലല്ല, ഭരണകൂട അട്ടിമറി തന്നെ ലക്ഷ്യമിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാൻ ആരംഭിച്ചത് എന്നാണ്. പക്ഷേ
ഇതിനിടയിലും സഖ്യകക്ഷിയായ അമേരിക്കയെപ്പോലും ഇസ്രായേലിന് വിശ്വാസമില്ല എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വിദേശ മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ലക്ഷ്യം ഇറാനെ അട്ടിമറിക്കൽ മാത്രമാണ്. അതിനായാണ് അവർ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിക്കാൻ ആരംഭിച്ചത്. അതിനിടയിൽ അമേരിക്കൻ ഭരണകൂടം ഇറാനുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന് സംശയമത്രേ. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിനോട് വിശദീകരണം തേടിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന് ഇത് സംബന്ധിച്ച് വെടിനിർത്തൽ സാധ്യതകളെക്കുറിച്ച് അമേരിക്ക ഇറാനുമായി ചർച്ചയ്ക്ക് ശ്രമിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് നെതന്യാഹു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ച് വിവരം തിരക്കിയത്. ഇസ്രായേലിന്റെ യുദ്ധലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് അമേരിക്ക ഏകപക്ഷീയമായി ഒരു വെടിനിർത്തൽ കരാറിൽ എത്തുമോ എന്ന ആശങ്കയാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. പക്ഷേ ഇസ്രായേലിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കുപോക്കുകളും അമേരിക്ക നടത്തുന്നില്ല എന്ന് വൈറ്റ് ഹൗസ് നെതന്യാഹുവിന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഇറാനെ സൈനികമായി ആക്രമിക്കുന്നതിന് പുറമെ ആഭ്യന്തരമായി ഇറാനിൽ അന്തഃഛിദ്രമുണ്ടാക്കി ഇറാനെ തകർത്ത് തങ്ങളുടെ ലക്ഷ്യം നേടാനാകുമോ എന്നും ഇപ്പോൾ അമേരിക്ക ആലോചിക്കുന്നതായുള്ള മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മുൻപ് സിറിയയിലടക്കം പരീക്ഷിച്ച് വിജയിച്ച അതേ തന്ത്രം, കുർദിഷ് സായുധ സംഘങ്ങളെ ഇളക്കിവിട്ട് രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക, അതുവഴി ഇറാനിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് ഭരണകൂട അട്ടിമറി നടത്തുക, ഇതാണ് ലക്ഷ്യം. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തോട് എതിർപ്പുള്ള വംശീയ ന്യൂനപക്ഷമായ കുർദുകൾ എളുപ്പത്തിൽ വിപ്ലവത്തിനായി തെരുവിൽ ഇറങ്ങുമെന്നും അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അതുവഴി തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാമെന്ന് അമേരിക്കൻ ഭരണകൂടം കണക്കുകൂട്ടുന്നു. ഇറാനിലെ സുരക്ഷാ സേനയ്ക്കെതിരെ പടിഞ്ഞാറൻ മേഖലയിൽ ശക്തമായ ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് ഇറാനിയൻ കുർദിഷ് സായുധ സംഘങ്ങൾ അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുണ്ട്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക പരിശീലനവും ഈ കുർദിഷ് ഗ്രൂപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴാകട്ടെ ഇറാനിൽ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയി അടക്കം കൊല്ലപ്പെട്ട് ഒരു നാഥനില്ലാത്ത അവസ്ഥയിലാണ് ഇറാൻ. ഈ അരക്ഷിതാവസ്ഥ മുതലാക്കി രാജ്യത്തിനകത്ത് ഭരണകൂട വിരുദ്ധർക്ക് പ്രതിഷേധിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുക എന്നതാണ് അമേരിക്കയുടെ തന്ത്രം. നേരത്തെ ഡിസംബറിൽ ഇറാനിൽ ആരംഭിച്ച ജനകീയ വിപ്ലവത്തിന് പിന്നിലും അമേരിക്കയായിരുന്നുവെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. കുർദുകൾ ഉൾപ്പെടെയുള്ളവർ സായുധ കലാപം ഉയർത്തിയാൽ ഇറാനകത്ത് വലിയ അന്തഃഛിദ്രമാകും ഉണ്ടാകുകയെന്ന് US കണക്കുകൂട്ടുന്നുണ്ട്. ഇതിന് കുർദിഷ് പോരാളികൾക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിനായി അമേരിക്കൻ ചാരസംഘടനയായ CIA തന്ത്രങ്ങളും മെനയുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ അമേരിക്കയ്ക്ക് മറ്റൊരു കണ്ണുകൂടിയുണ്ട്. ഭരണകൂട അട്ടിമറിക്ക് പടക്കളത്തിൽ പട്ടാളക്കാർ വേണമെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. പക്ഷേ സ്വന്തം സൈനികരെ യുദ്ധമുഖത്തേക്ക് ഇറക്കിവിട്ട് അവരെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അമേരിക്കയ്ക്ക് മടിയാണ്. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഓരോ സൈനികരുടെയും മൃതദേഹത്തിന് ട്രംപ് സർക്കാർ കനത്ത വില തന്നെ നൽകേണ്ടി വരും. അതുകൊണ്ടാണ് തീവ്രവാദികളെ മുന്നിൽ നിർത്തി ഇറാൻ ഭരണകൂടത്തിനെതിരെ പോരാട്ടം നയിക്കാൻ ട്രംപ് ആലോചിക്കുന്നത്. മാത്രമല്ല, ഇറാനെ കടന്നാക്രമിച്ച് ഖമനേയിയെ ഇല്ലാതാക്കിയാൽ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങും എന്ന ട്രംപിന്റെ കണക്കും തെറ്റിയിരുന്നു. ഇറാൻ ജനത തെരുവിലിറങ്ങിയെങ്കിലും പക്ഷേ അത് ഖമനേയി മരിച്ചതിലെ സന്തോഷം കൊണ്ട് മാത്രമായിരുന്നില്ല. പ്രതികാരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യാൻ കൂടി ഒരുപക്ഷം ആൾക്കാർ ഉണ്ടായിരുന്നു. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് പഴയ ഷാ ചക്രവർത്തിയുടെ മകനായ റസ പഹലവിയെ അവിടെ അവരോധിക്കാം എന്നൊക്കെ കണക്കുകൂട്ടിയാണ് അമേരിക്ക ആക്രമണം ആരംഭിച്ചത്. പക്ഷേ സംഭവിച്ചതോ മറിച്ചായിരുന്നു. ശീതീകരിച്ച മുറിയിലിരുന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വായിൽ അഭിപ്രായം പറയുന്ന ആളല്ല, ദുരിതകാലത്ത് തങ്ങൾക്കൊപ്പം പൊരുതിയ നേതാവിനെയാണ് ജനം ആഗ്രഹിക്കുന്നത് എന്ന് ഖമനേയി വധത്തിന് പിന്നാലെയാണ് അമേരിക്കയും ഇസ്രായേലും തിരിച്ചറിഞ്ഞത്. അങ്ങനെ ജനകീയനായ ഒരാളെ നിലവിലെ സാഹചര്യത്തിൽ കണ്ടെത്തുന്നത് എളുപ്പമല്ല. എന്താണ് സംഭവിക്കുന്നത്, ആരാണ് ജയിക്കുന്നത്, ആർക്കൊപ്പം നിൽക്കുന്നതാണ് സുരക്ഷിതം എന്നും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ റസ പഹലവിയെ എത്തിക്കാനുള്ള നീക്കം അമേരിക്കയ്ക്ക് തിരിച്ചടിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം. മാത്രമല്ല, ഇറാന്റെ എണ്ണയും പ്രകൃതി സമ്പത്തും അടക്കം അമേരിക്കയ്ക്ക് താലത്തിൽ വെച്ച് നൽകുന്ന നേതൃത്വത്തെ ഇറാൻ ജനത അംഗീകരിക്കുകയുമില്ല. ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണ് അമേരിക്ക. അതിനിടെ കുർദുകൾ കൂടി രംഗത്തിറങ്ങിയാൽ സ്ഥിതി വഷളാകും. എർബിലിലെയും ബാഗ്ദാദിലെയും കുർദ് നേതാക്കൾ ഇതിനകം തന്നെ ട്രംപ് ഭരണകൂടവുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും നീക്കം എപ്പോൾ തുടങ്ങണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. അമേരിക്കയുടെ സൈനിക പിന്തുണ തേടിയിരിക്കുന്ന ഈ സായുധ സംഘങ്ങൾ നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാന് വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും വലിയ തിരിച്ചുകടകൾക്കിടയിലും ഇറാൻ പൊരുതുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ഇറാനിൽ ഇപ്പോൾ തന്നെ മരണസംഖ്യ 1000 കഴിഞ്ഞു. ഇസ്രായേലും അമേരിക്കയും വലിയ തിരിച്ചടിയാണ് ഇറാന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യവും കാണാതെ പോകുന്നില്ല.